ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അൽത്തു വ്ലോഗിനുള്ള മറുപടിയാണ്. ഞാൻ ഒരിക്കലും കാണുവാണ്ട് ആഗ്രഹിക്കാത്ത ഒരു ചാനലിൽ എനിക്കെതിരെ വീഡിയോ വന്നിട്ടുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടവരോട് ഞാൻ ആ വീഡിയോ കണ്ടു. ആ വ്യക്തിക്കുള്ള മറുപടിയാണിത്. ഇതൊന്ന് കൃത്യമായിട്ട് അവിടെ ചെന്ന് അറിയിച്ചേക്കണം. ഞാൻ ആകപ്പാടെ കാണാറുള്ള ചാനലുകൾ എന്ന് പറയുന്നത് നമ്മുടെ അതുൽ വ്ലോഗ്, ഡാനി സത്യൻ, ബിച്ചു സ്ട്രോക്ക്, ഹെലനോസ് പാട്ട, ജിനൂസ്, സീക്രട്ട് ഏജന്റ്, അമേച്ചേച്ചി, രേണു റിയാക്ട്, വോയിസ് ഓഫ് പാർവതി, ലൂണ ടോക്സ്, ഇത്രയും ചാനലുകൾ ഞാൻ കാണാറുണ്ട്. പിന്നെ മാസ്റ്റർ മൈൻഡ് മനു. ഈ ചാനലുകളിലെല്ലാം തന്നെ ഞാൻ കമൻറ്റ് വിടാറുണ്ട്. അവരുടെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും ചെയ്യാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ ഹൈപ്പും ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ആഴ്ചയിൽ 3 ഹൈപ്പേ ഉള്ളൂ. ആ ഹൈപ്പ് ഞാൻ കൃത്യമായിട്ട് ഇവരിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുമുണ്ട്. പക്ഷേ അൽത്തു എന്ന് പറയുന്ന ബ്ലോഗറുടെ വീഡിയോ ഞാൻ കാണാറില്ല. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അൽത്തു മോനെ, നിന്റെ വീഡിയോ ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ റിപ്ലൈ തരില്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞത് എൻ്റെ ചേച്ചിയെ, റസീന ചേച്ചിനെ. റസീന ചേച്ചി എൻ്റെ പെങ്ങൾ എങ്ങനെയാവുമെന്ന് ചോദിച്ചുകൊണ്ട് ആരും വരല്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്നില്ല ഒരു സഹോദരനോ സഹോദരി ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായാലും. പിന്നെ നിന്റെ വീട്ടിൽ നീ നിന്റെ അമ്മേനെയോ പെങ്ങളെയോ ഭാര്യയോ വിളിക്കുന്ന പോലെ എടി പോടി നെങ്ങാനും നീ എൻ്റെ പെങ്ങളെ വിളിച്ച പുന്നാര മോനെ, കോട്ടയം പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടത്തിൽ നിന്നൊരു ചരിത്രം ഉണ്ടായിരിക്കും. അവിടെ വിളിക്കുന്ന തെറിയുടെ 4-1 നീ ഒന്നും വിളിക്കത്തില്ല. ഞാൻ അത് വിളിക്കാൻ തുടങ്ങിയ നീ അത് താങ്ങത്തില്ല, അത് ഓർത്തോണം. പിന്നെ നിനക്ക് എന്നെ കൊല്ലണം. നീ വാ, കോട്ടത്തോട്ട് വാ, എന്നിട്ട് കൊന്നിട്ട് പോകണം. നിനക്ക് ഇനിയിപ്പോൾ വടിവാൾ വേണോ? ഏത് ടൈപ്പ് വേണം? ഞാൻ അറേഞ്ച് ചെയ്തു തരാം. പക്ഷെ നീ എന്നെ കൊന്നിട്ടേ പോകാവുള്ളൂ. പക്ഷെ നീ അങ്ങനെ എന്നെ കൊന്നിട്ട് പോയാൽ മറ്റൊരാൾ അകത്തു പോകും. 1 അല്ല 5 പേര്. ഷെഫിന ബീവി, അവരുടെ 2 ആൺമക്കള്, ഷാജി കൊടുവിള, ശാന്തകുമാരി, ഇത്രയും പേര് ശിഷ്ടകാലം ജയിലിലായിരിക്കും. അതിനുള്ള പണി ഇണക്കി വെച്ചിട്ടാണ് ഞാനിവിടെ യൂട്യൂബിൽ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെഫിന ബീവിയുടെ AKSMA എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് എന്നെയും നൗഷാദിഖാനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടന്നായിരുന്നു. ആ ചർച്ചയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു വ്യക്തി ചോർത്തി തന്നു. അതിനെക്കുറിച്ച് ഓസ് മലയാളി ടോക്സും നൗഷാദിക്കയും വീഡിയോ ചെയ്തിരുന്നു. ഞാൻ മാത്രം അതിനകത്ത് പ്രതികരിക്കാൻ പോയില്ല. ഞാൻ അതിന് വേറൊരു പണിയാണ് ചെയ്തു വെച്ചത്. ഞാൻ കൃത്യമായിട്ട് എൻ്റെ സഹപ്രവർത്തകരെ വിവരം അറിയിച്ചു. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷെഫീന ബീവി, അവരുടെ 2 ആൺമക്കൾ, ഷാജി കൊടുവിള, ശാന്തകുമാരി, ഇത്രയും പേർക്കായിരിക്കും. അതായത് ഞാൻ നാളെ വഴിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് എൻ്റെ തലയിൽ ഒരു വെള്ളയ്ക്ക വീണ് ഞാൻ മരിച്ചാലും ഈ പറയുന്ന 5 പേരും ജയിലിൽ പോകും. അത് കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ അവർ അറിയിക്കും. എനിക്കിങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? ആ ഒരു പണി കൃത്യമായിട്ട് എടുത്തിട്ടാണ് പുല്ലേ ഞാൻ ഷെഫീനയ്ക്കെതിരെ കളിക്കാൻ തുടങ്ങിയത്. അത് അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ഒരു കാര്യം അവൾക്ക് അറിയത്തില്ല. എന്നെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം കളി മാറുമെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ എനിക്ക് ഷെഫീന ബീവി എന്ന് പറയുന്ന വ്ളോഗറെ പൂട്ടണമെങ്കിൽ ഈ പറയുന്ന കണക്ക് എന്നെ ആരെങ്കിലും കൊല്ലണമെന്നൊന്നുമില്ല. പകരം ഞാൻ എൻ്റെ ജീവിതം സ്വയം അങ്ങ് അവസാനിപ്പിച്ചാലും മതി. അങ്ങനെ ചെയ്താലും ഷെഫീന ബീവിയും ബാക്കി 4 പേരും ജയിലിൽ പോകും. അതിനുള്ള പണി ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഷെഫീന, നിന്റെ മൂഞ്ചിയ സ്ട്രൈക്ക് അടിച്ച് എൻ്റെ ചാനൽ പൂട്ടിച്ച നീ തന്നെ ദുഃഖിക്കേണ്ട വരും. ഞാൻ ജീവിതം അവസാനിപ്പിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ചാനൽ പോയാൽ എനിക്ക് 2 മൈര. പക്ഷേ ഞാൻ ഡേ ബൈ ഡേ ഇവിടെ വന്ന് വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്നേരം ഊഹിച്ചാൽ മതി എനിക്കെന്തോ സംഭവിച്ചു. പിന്നെ ആ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അങ്ങനെ നീ അന്വേഷിക്കുമ്പോൾ ഞാൻ ജീവനോടെ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്നേരം നീ നാട് വിട്ടോണം. ഇല്ലെങ്കിൽ നീ അടപടലം പെടും, മാധ്യമങ്ങളിൽ വാർത്ത വരും. അതിനുള്ള എല്ലാ പണിയും ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. നിനക്കെതിരെ ഞാൻ കൊടുത്ത ഓരോ കേസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഓരോ മാധ്യമ പ്രവർത്തകരിലും ഇരിപ്പുണ്ട്. നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് AKSMA ഗ്രൂപ്പിൽ നടത്തിയ ചർച്ച ഉൾപ്പെടെ. സോ വെറുതെ പണി മേടിക്കില്ല നീ, മനസ്സിലായല്ലോ? പിന്നെ ഡേവിഡ് കോട്സിൻ്റെ ചാനലിനകത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് എന്നോടൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന്. ദയവേ ഒരു കാര്യം പറയാം. എൻ്റെ ചെറിയ പ്രായത്തിൽ, അതായത് എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്, എൻ്റെ 15-16 വയസ്സിലൊക്കെ എൻ്റെ അച്ഛനെ ഞാൻ തല്ലിയിട്ടില്ല. എൻ്റെ അച്ഛനെതിരെ ഒരു വാക്ക് ഞാൻ മറുത്തു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എൻ്റെ അച്ഛനെ ഞാൻ നല്ല റെസ്പെക്റ്റോടെയാണ് കാണുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ആരോടും യോജിക്കാൻ പറ്റില്ല.
ഞാനും മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചിട്ടും ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്താണ് അന്നും ഇന്നും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സിൻ്റെ സ്വാധീനത്തിൽ അച്ഛനെ തല്ലി അത് ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ആരും എൻ്റെ അടുത്ത് വന്ന് അത് പറയരുത്. ഞാൻ അംഗീകരിച്ച് തരില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്രയോ ആളുകൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം അവരുടെ ആ ഡ്രഗ്സിൻ്റെ കെട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ പോരെ, എന്തിനാ ജയിലിൽ അടയ്ക്കുന്നത്? അറിയാൻ പാടില്ലായിട്ട് നോക്കിയോ, നിങ്ങളിങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഷെഫീന, ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ചാനൽ പോയി കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് പണി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവണം. പിന്നെ അൽത്തു മോനെ, നിന്റെ തന്തയുടെ വകയാണ് യൂട്യൂബ്. നീ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ ചാനൽ ഇവിടെ ഉണ്ട്. നീ പറ്റുമെങ്കിൽ ഒന്ന് പൂട്ടിച്ചു നോക്ക്. നീ പൂട്ടിച്ചാലും ഷെഫീനയ്ക്കാണ് പണി. നീ ഷെഫീനയുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്നു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ പെണ്ണുങ്ങളെ കയറി എടി പോടി മറ്റവളെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പുന്നാര മോനെ, ഞാൻ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തരവഴിക്കും വിളിക്കും. മനസ്സിലായല്ലോ? ആ വന്നേക്കൊന്ന് കണ്ടവളുമാരുടെ കൊട്ടേഷൻ എടുത്തോണ്ട്